ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എനിക്ക് ഇലയിട്ട് കറി വെക്കാനും വറുക്കണം എന്നെല്ലാം തോന്നി. ഇലയിട്ട് പരിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇല വറവുമെല്ലാം. അതിന് കറി വെക്കാൻ വേണ്ടി പാലക്ക് പരിപ്പ് വെക്കാനും പിന്നെ കുമ്പളേൻ്റെ ഇലയാണ് വറുക്കാൻ കിട്ടിയത്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ചെമ്മീനും കുറച്ചൊരു 3-4 മത്തിയുണ്ട്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുക, മത്തി ചെറുതായിട്ടൊന്ന് മുളകിട്ട് വെക്കുകയും ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റ് ഉച്ചഭക്ഷണം ആക്കാമെന്ന് വിചാരിച്ച്. ഇടയ്ക്കിടെയൊന്നും ഇങ്ങനെ കുറേയൊന്നും ഉണ്ടാവില്ല, ഒരു ചോറും ഒരു കറിയും കൊണ്ട് ഒപ്പിക്കില്ല. ചില ദിവസം മാത്രമേ ഇങ്ങനെ 2-3 തരത്തിലുള്ള ഉണ്ടാക്കുള്ളൂ. ഇതാണ് കുമ്പളങ്ങൻ്റെ ഇല, ഇത് പാലക്കില. ഏത് ഇലയായാലും ഇലകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് ഇലക്കറിയും ഇല വറവെല്ലാം ആക്കാമെന്ന് വിചാരിച്ച്. ഫിഷും ഉണ്ട്. അങ്ങനെ മീനെല്ലാം വൃത്തിയാക്കി വെച്ച് ചെമ്മീൻ, മത്തി, ഇത് പാലക്കില, ഇത് കുമ്പള ഇല. ഇങ്ങനെയെല്ലാം ഓരോന്നായി ചെയ്യട്ടെ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇതൊന്ന് കുഴച്ച് വെക്കാം. ഇതിൽ കുറച്ച് പെരുംജീരകപ്പൊടിയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം എൻ്റെ അടുത്ത് പെരുംജീരകത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ കുമ്പളച്ചപ്പിലേക്ക് ഞാൻ ഒരു പകുതി ഉള്ളിയും 2 പച്ചമുളകും ഇട്ട് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് വറുത്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകിടാം. ഇപ്പോൾ തേങ്ങയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇടാം. ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടും. ഒന്ന് അടച്ച് വെക്കുക, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അത് നമ്മൾ കുമ്പള ഇല വറുത്തെടുത്ത് കേട്ടോ, റെഡിയായി. നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ കഴിക്കാൻ. ഞാനിപ്പോൾ ഈ ചുവന്ന ചെറിയ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് എനിക്കല്ലേ സാമ്പാറായാലും പച്ചക്കറി എന്ത് വെക്കുന്നുണ്ടെങ്കിലും ഈ പരിപ്പ് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. സാമ്പാറിനായാലും നല്ല ടേസ്റ്റാണ്. തോരപ്പരിപ്പൊന്നും ഞാൻ ഇതുവരെ സാമ്പാറിലിട്ട് വെച്ചിട്ടില്ല. പണ്ടെപ്പോൾ വെച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഇല്ല. ഈ പരിപ്പോളം എനിക്ക് ഒന്നിനോടും ഇഷ്ടമില്ല. സാമ്പാർ മറ്റേ തോരപ്പരിപ്പ് എന്ന് പറയുന്നത് തീരെ അത് ഇത്രയും ടേസ്റ്റ് എനിക്ക് തോന്നലില്ല. ഇപ്പോൾ ഇത് ഞാൻ ഈ പരിപ്പും പാലക്കിലും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെയ്യലുണ്ടാകും നിങ്ങൾ, ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ പരിപ്പിലേക്ക് ഇതായി പാലക്കില ഇട്ട്, ഈ പരിപ്പ് വേഗം വേകുന്നതുകൊണ്ട് തന്നെ ഇലയും പരിപ്പെല്ലാം ഒന്നിച്ച് തന്നെ ഇടാം. പിന്നെ ഒരു തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും. ഈ തക്കാളി ഒഴിവാക്കിയാലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിൽ മുളക് പൊടി ഇടാണ്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാലും നല്ല ഉണ്ടാവുക. മുളക് പൊടി ഇഷ്ടമില്ലാത്തൊക്കെ വെറും പച്ചമുളകാക്കുക. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഞാൻ ഈ കാണിക്കുന്നതിലെല്ലാം എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ, നല്ലതും മോശമല്ല. അപ്പോൾ നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൽ പിഴവുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ എല്ലാം അറിയിക്കണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. അത് ഞാനിത് വേവിച്ചെടുക്കട്ടെ. ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ കുമ്പള ഇല വറുത്ത് ഇതന്നെ കഴുകാതെ വെച്ചതാട്ടോ. അതിലേക്ക് എണ്ണ വെച്ച് ചൂടായി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഈ പാലക്ക് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് തേങ്ങയിൽ ഒരു പിഞ്ച് ചെറിയ ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പാലക്ക് പരിപ്പ് കറി ഇവിടെ റെഡിയാവുന്നുണ്ട്. പാലക്കും പരിപ്പും, ചെറിയ പരിപ്പ്, ഇതിലേക്ക് അരച്ച തേങ്ങ വയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ഇനിയിപ്പോൾ തിളച്ചാൽ കടുക് കാച്ചി വെച്ചാൽ കറി റെഡി. ടേസ്റ്റി പാലക്ക് പരിപ്പ് കറി. മീൻ തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് ഇതുപോലെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെറുതെ ഒന്ന് തിന്നുമ്പോൾ കടിക്കാൻ നല്ല ടേസ്റ്റ്. കുറച്ച് കറിവേപ്പിലയും ഇടാം. പിന്നെ ഉള്ളി മാത്രമേ ഇട്ടിട്ടു. കറിവേപ്പില ഇട്ടുള്ളത് കുറച്ച് വാടിപ്പോയി, പിന്നെ കറിവേപ്പില ഇടണ്ടാവും. കറി റെഡി. നമുക്ക് മത്തി മുളകിടാം. ഞാൻ ഉണ്ടാക്കുന്ന മത്തി മുളകിട്ടതിന് കുറച്ച് കൂടുതൽ എണ്ണ വേണ്ടി വരും, കുറച്ചധികം. പലതരത്തിലും മത്തി മുളകിടാം, എണ്ണ കുറച്ചിട്ടും കൂടിയിട്ടും എണ്ണ ഇല്ലാണ്ടൊക്കെ വെക്കാം. ഇതിപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് വെക്കുന്നതാണ്.
കുറച്ച് ഉലുവ ഇടാം. അതിനുശേഷം ഉള്ളി ഇടാം. കറിവേപ്പില വേണം ഈ കറിക്ക്. ഞാനിപ്പോൾ വെക്കാനാവുമ്പോൾ നോക്കുമ്പോൾ കറിവേപ്പില നന്നായിട്ട് വാടിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിലിടുന്നില്ല. ഇന്നത്തെ ഭക്ഷണത്തിൽ കറിവേപ്പില ഇല്ല. പിന്നെ അതുപോലെ ഞാൻ ഈ കറിക്ക് പുളി ഒഴിക്കൂല കേട്ടോ. തക്കാളി മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിന്നെ തക്കാളി ഇല്ലാണ്ട് പുളി മാത്രം വേണമെന്നവർക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഈ കറിക്ക് തക്കാളിയാണ് ഇഷ്ടം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. തക്കാളിയും പച്ചമുളകും ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഈ തക്കാളി ഉള്ളിൽ ഉടയാനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കറിക്കെല്ലാം കറിവേപ്പില മസ്റ്റായിട്ട് വേണം. ഞാനിതെല്ലാം ഉണ്ടാക്കാൻ ഇറങ്ങിയപ്പോഴാണ് കറിവേപ്പില ഇല്ലാത്ത മനസ്സിലാക്കി. കറിവേപ്പില എന്തായാലും ഇടണം. അതിൻ്റെ ടേസ്റ്റും മണവും എല്ലാം. ഇനി നമുക്ക് ഈ മത്തി ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റ് അടിപൊളി മത്തിക്കറി റെഡിയായി. കറിവേപ്പില ഫ്രഷ് ഉണ്ടെങ്കിൽ മേലെ ഇട്ട് കൊടുക്കണം. ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.